ഡൽഹിയിൽ നിന്നും ഇൻഡോറിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി നിലത്തിറക്കി. പൈലറ്റിന് തീപിടുത്ത മുന്നറിയിപ്പ് ലഭിച്ചതിനാലാണ് വിമാനം നിലത്തിറക്കിയത്. യാത്രക്കാരെ ഉടൻ തന്നെ മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഈ എയർ ഇന്ത്യ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ പൈലറ്റുമാരുടെ വർക്കിംഗ് അവേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട അവർ വ്യക്തമാക്കിയ പല അസംതൃപ്തികൾ, ഇങ്ങനെ കുറേ നാളുകളായി സംശയ നിഴലിലും ഒക്കെയാണല്ലോ എയർ ഇന്ത്യ. ഇപ്പോൾ ഈ ഒരു വിമാനം അടിയന്തരമായി മാറ്റാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? യാത്രക്കാർക്ക് വേറെ വിമാനം സജ്ജമാക്കിയല്ലോ അല്ലേ? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. രാവിലെ 7:20 ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യയുടെ 2913 വിമാനമാണ് ഈ അപായ മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് പുറപ്പെട്ട ഉടൻ തന്നെ നിലത്ത് അടിയന്തരമായി ഇറക്കിയത്. വിമാനത്തിൻ്റെ വലതുവശത്തുള്ള എഞ്ചിനിൽ തീപിടുത്ത മുന്നറിയിപ്പാണ് പൈലറ്റിന് ലഭിച്ചത്. തുടർന്ന് സുരക്ഷാ പ്രോട്ടോകോൾ അനുസരിച്ച് വിമാനം ഉടൻ തന്നെ നിലത്ത് ഇറക്കുകയായിരുന്നു ഡൽഹി വിമാനത്താവളത്തിൽ. ഡൽഹി വിമാനത്താവളത്തിൽ ഇറക്കിയ ഉടൻ തന്നെ സുരക്ഷാ പ്രോട്ടോകോളിന്റെ ഭാഗമായി യാത്രക്കാരെ മുഴുവനായും വിമാനത്തിൽ നിന്നും മാറ്റുകയും അവർക്ക് മറ്റൊരു വിമാനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ വിമാനം ഉടൻ തന്നെ പുറപ്പെടും എന്നാണ് എയർ ഇന്ത്യ നൽകുന്ന വിവരം. ഒപ്പം തന്നെ ഈ അപായ മുന്നറിയിപ്പ് ലഭിച്ച വിമാനത്തിൽ പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് എയർ ഇന്ത്യ അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എയർ ഇന്ത്യ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ അഹമ്മദാബാദ് വിമാന അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഈ എയർ ഇന്ത്യ വിമാനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുകയും തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപായ മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഡൽഹിയിൽ നിന്നും ഇൻഡോറിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി നിലത്തിറക്കിയിരിക്കുന്നത്. യാത്രക്കാർ എല്ലാവരും തന്നെ സുരക്ഷിതരാണ് എന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.